സിരിജി RIC റഷ്യ ഇന്ത്യ ചൈന ഇങ്ങനൊരു സഖ്യം പണ്ടുണ്ടായിരുന്നു. പിന്നീട് അത് നിഷ്പ്രഭമായി പോയി. വീണ്ടും അത് അതേ പദ്ധതിയുമായി വീണ്ടും രംഗത്ത് വരികയാണ് റഷ്യ. എന്താണ് ഇപ്പോൾ വീണ്ടും RIC രംഗത്തേക്ക് വരാനുള്ള കാരണം? അതായത് ശരിക്കും പറയാം RIC എന്ന റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്ന ഒരു ത്രിരാഷ്ട്ര സഖ്യം. അതായത് 1990കളുടെ അവസാനം യെവ്ജനി പ്രിമോക്കോവ് എന്ന് പറയുന്ന റഷ്യൻ പ്രധാനമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്താണ് ഇത്തരം ഒരു സഖ്യം വന്നത്. അതായത് സഹകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇന്ത്യയും റഷ്യയും ചൈനയും കൂടെ സഹകരിക്കുന്നു. വ്യാപാര മേഖലയിൽ, സൈനിക മേഖലയിൽ, സാങ്കേതിക വിദ്യയിലൊക്കെ തന്നെ പരസ്പരം സഹകരണം, ഇതായിരുന്നു ലക്ഷ്യം. 1998 ഇതിന് കുറച്ചുകൂടെ ഒരു ഉണർവൊക്കെ വരുന്നു. പിന്നീട് അതുകൊണ്ട് 2006 അന്ന് G20 ഉച്ചകോടി നടക്കുകയാണ്. അന്ന് ഈ ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ്. അവിടേക്ക് ഈ റഷ്യയുടെ അന്നത്തെ ഭരണാധികാരി വ്ളാഡിമിർ പുടിൻ എത്തുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അന്ന് എത്തുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ചൈനയുടെ ഹു ജിൻടാവോ. ഇവർ 3 പേരും കൂടെ അവിടെ എത്തിയപ്പോൾ അവർക്ക് സഹകരിക്കാൻ കഴിയുന്ന ലളിതമായ കാര്യങ്ങളിൽ സഹകരിക്കാം, അത്തരമൊരു ആശയത്തിലേക്ക് അവർ പതുക്കെ നടന്നു കയറുകയാണ്. അപ്പോൾ ലളിതവും ശക്തവുമായ കൂടിക്കാഴ്ച, പരസ്പരം സഹകരിക്കാവുന്ന കാര്യങ്ങളിൽ സഹകരിച്ചുള്ള മുന്നേറ്റം, പാശ്ചാത്യ രാജ്യങ്ങളുടെ വെല്ലുവിളി എതിർക്കുക, ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടക്കാം. അതൊരു പുതിയ മുന്നേറ്റമായിരുന്നു. അങ്ങനെയാണ് RIC കുറച്ചുകൂടെ പവർഫുള്ളായത്. ഏതാണ്ട് 20ലധികം നയതന്ത്ര തലത്തിലുള്ള മീറ്റിങ്ങുകൾ, മന്ത്രി തലത്തിലുള്ള ചർച്ചകൾ, സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അങ്ങനെ RIC സജീവമായിരുന്നു. പക്ഷേ 2020 ആയപ്പോൾ ഗാൽവൻ സംഘർഷമുണ്ടായി. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ കുറച്ച് പ്രശ്നമുണ്ടായി. ഈ പ്രശ്നമുണ്ടായപ്പോൾ ഈ RICക്ക് കുറച്ച് വിള്ളൽ സംഭവിച്ചു. അതായത് കൂടുതൽ ഇപ്പം ഇടപെടലും ഒരു മീറ്റിങ്ങും ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, സെർജി ലാവ്റോവ് എന്ന് പറയുന്ന റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഈ ഇന്ത്യക്ക് അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒക്കെ ഒപ്പം നിൽക്കാനായിട്ട് ഞങ്ങൾ വരുന്നു, റഷ്യയുടെ പഴയ സഖ്യ രൂപീകരണം ഞങ്ങൾ പൊടി തട്ടിയെടുക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ സെർജി ലാവ്റോവ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് പുടിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം. അതായത് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ അവിടുത്തെ ഉപപ്രധാനമന്ത്രിയുമായ ഇഷാഖ് ദാർ സെർജി ലാവ്റോവിനെ ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം, ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അവർ ഫ്രീസ് ചെയ്ത നിയമങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തണം. അപ്പോൾ സെർജി ലാവ്റോവ് പറഞ്ഞു, ശരി ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ശരി ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം, ഇതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഒരു ഒഴുക്കൻ മറുപടി. അപ്പോൾ സെർജി ലാവ്റോവ് ഈ മറുപടി പറഞ്ഞിട്ട് ഇന്ത്യയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് നാറ്റോ സഖ്യം എപ്പോഴും ഇന്ത്യയെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് വെറുപ്പിച്ച് അമേരിക്കൻ ജനങ്ങളെയും ഈ യൂറോപ്യൻ രാജ്യങ്ങളെയും വെറുപ്പിച്ചു. അതുകൊണ്ട് നാറ്റോയ്ക്ക് ഇന്ത്യയെ കൂടെ നിർത്തണം. മാത്രമല്ല ഈ ക്വാഡ് പോലെയുള്ള സഖ്യങ്ങൾ രൂപീകരിച്ച് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തണം. അപ്പോൾ റഷ്യ തിരിച്ചറിയുന്ന കാര്യം എന്താ, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ പതുക്കെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ റഷ്യ പറയുന്നു, അങ്ങനെ പോയില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം, കാരണം കാലങ്ങളായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക ഇടപാടിലൊക്കെ നടത്തുന്ന. ഇവിടെ എന്താ പറയുന്നത്, റഷ്യക്ക് ഇന്ത്യ സൈനിക ഉപകരണങ്ങളൊക്കെ നൽകുന്നു, സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നു. നമ്മൾ ഈ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ച ചെയ്തു. ഇപ്പോൾ റഷ്യയാണ് ഇന്ത്യക്ക് S-400 നൽകിയത്, പ്രതിരോധ സംവിധാനം, അത് തന്നെ ചൈനയ്ക്ക് നൽകി. അന്ന് നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ല 2 രാജ്യങ്ങൾക്കും എന്ന് പറഞ്ഞപ്പോൾ റഷ്യ പറഞ്ഞു, നിങ്ങൾക്കതിൻ്റെ ടെക്നോളജി കൂടെ ഞങ്ങൾക്ക് തരാം. അപ്പോൾ റഷ്യയും ചൈനയും ഒരു കാലത്ത് ശത്രുക്കളായിരുന്നു, ഇന്ത്യയും ചൈനയും ശത്രുക്കളായിരുന്നു. അപ്പോൾ ഭൗമരാഷ്ട്രീയത്തിൽ ഈ ശത്രുതാ മനോഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാകും, നാളത്തെ മിത്രം എന്ന് പറയുന്നത് ഇന്ന് ശത്രുക്കളായിരുന്നവരായിരിക്കാം. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് മുന്നോട്ട് പോകണം. എന്തിനാണെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നീക്കങ്ങളെ പുടിൻ തള്ളിക്കളയുകയാണ്. അപ്പോൾ പുടിന് ഒരു ശക്തിയുള്ള രാജ്യം വേണം. അതൊന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയാണ്. 2 രാജ്യങ്ങളിലെയും കമ്പോളം എന്ന് പറയുന്നത് വലുതാണ്. 140-145 കോടി ജനസംഖ്യയുള്ള രാജ്യങ്ങൾ, സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ വൻ ശക്തികൾ. അങ്ങനെയുള്ള ഇന്ത്യയും ചൈനയും റഷ്യയുടെ കൂടെ നിന്നാൽ പാകിസ്ഥാനും അത് വെല്ലുവിളിയല്ലേ? പാകിസ്ഥാനെ ഈ അമേരിക്ക പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന് ഇമേജ് വളരെ മോശമാണ്. അതായത് ഭീകരതയെ വളർത്തുന്ന രാജ്യങ്ങളോടൊപ്പം തങ്ങൾ നിൽക്കില്ല എന്ന് പറയുകയും അമേരിക്ക ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും റഷ്യ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ വിമർശനമേറ്റ കാര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നതാണ് തങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക നല്ലത് എന്ന് മനസ്സിലാക്കിയാണ് ചൈന പരോക്ഷമായി തന്നെ പറഞ്ഞു, തീവ്രവാദത്തിനെതിരെയാണ് ഞങ്ങൾ, തീവ്രവാദത്തെ ഒരു മണ്ണിലും വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, കൂട്ടു നിൽക്കില്ല എന്നുള്ളത്. ആ ഒരു നിലപാട് ചൈന എടുത്തതോടുകൂടി പാകിസ്ഥാൻ അമ്പരന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ആക്രമിക്കാൻ ആയുധം വരെ കൊടുത്തിട്ട് അവസാനം തങ്ങളെ തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അത് വമ്പൻ
മാറ്റത്തിന്, ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ വമ്പൻ മാറ്റത്തിന് ഇടയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം പറയുക, ഈ പാകിസ്ഥാനെ അമേരിക്ക വല്ലാതെ സഹായിക്കുന്നുണ്ട്. വേൾഡ് ബാങ്ക് വലിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള സഹായം നൽകുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാനിൽ ചില കണ്ണുണ്ട്. അതായത് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ ധാതു നിക്ഷേപമുണ്ട്. ഇത് തട്ടിയെടുക്കാനായിട്ടാണ് ഈ പാകിസ്ഥാൻ ഇവരെ സഹായിക്കുന്നത്. ഇവിടെ ആദ്യമേ തന്നെ ചൈന നിക്ഷേപം ഇറക്കി ഗ്വാദർ തുറമുഖം സ്വന്തമായിട്ടൊരു എയർപോർട്ട് നിർമ്മിച്ചു. പക്ഷേ ഈ എയർപോർട്ടിൽ ഒരു വിമാനം പോലും ഇറക്കാൻ അവിടുത്തെ ആളുകൾ സമ്മതിക്കുന്നില്ല. ബലൂചിസ്ഥാൻകാർ പറയുന്നു, ചൈനക്കാരെ ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും. ഏതാണ്ട് 50ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ദേഷ്യം വന്നപ്പോൾ ചൈനയുടെ അംബാസിഡർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിനെ സ്വന്തം കാര്യാലയത്തിലേക്ക് വിളിച്ചു വരുത്തി ശാസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തെ അംബാസിഡർ വിളിച്ചു വരുത്തുക എന്ന് പറയുന്നത് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. അതുപോലും പാകിസ്ഥാൻ ഉൾക്കൊള്ളേണ്ടി വന്നു. അപ്പോൾ ചൈനയ്ക്ക് തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്. ഇപ്പം മാലദ്വീപുമായിട്ട് ഇന്ത്യ കുറച്ച് പ്രശ്നമുണ്ടായി. അന്ന് റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ചൈന അവിടെ കുറേ പണം നിക്ഷേപിച്ചു. പക്ഷേ ആ പണം തിരിച്ചു പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് പണം നഷ്ടപ്പെട്ടു. ഇപ്പുറത്ത് ശ്രീലങ്കയിൽ ഹമ്പൻതോട്ട എന്ന് പറയുന്ന ഒരു തുറമുഖം നവീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി എല്ലാ കപ്പലുകളും അവിടെ വഴി വരും, ചൈനയും ശ്രീലങ്കയും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ എവിടെയൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതെല്ലാം ചൈനയ്ക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം വേണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു. കാരണം $140 ബില്യൺ ട്രേഡാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നത്. ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ കൂട്ടുചേരുന്നു. ഒപ്പം റഷ്യ ഇവരോടൊപ്പം ചേരുന്നു. അപ്പോൾ പഴയ RICയെ പൊടി തട്ടിയെടുക്കുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ചുരുക്കം പറഞ്ഞാൽ ചൈന പോലെയുള്ള രാജ്യം, ഇന്ത്യ പോലെയുള്ള രാജ്യം, റഷ്യ പോലെയുള്ള രാജ്യം, 3 രാജ്യങ്ങൾ വൻ ശക്തികളാണ് ലോകത്തെ. ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നും നാറ്റോയിൽ നിന്നും അകന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഏകരാഷ്ട്രം എന്ന് പറയുന്ന ആധിപത്യം അവർ വെച്ചു പുലർത്താൻ ശ്രമിച്ചാൽ തക്കതായ മറുപടി നൽകണമെന്നതാണ് വ്ളാഡിമിർ പുടിൻ്റെ ഒരു തീക്കം. അതുകൊണ്ടാണ് ഇന്ത്യയെയും ചൈനയും ചേർത്ത് പിടിച്ച് RIC രൂപീകരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യക്ക് മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് നല്ല നയതന്ത്ര ബന്ധമുള്ളത് കൊണ്ട് റഷ്യയുമായിട്ടുള്ള പഴയ സഹകരണം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ അവരെ തങ്ങളുടെ പക്ഷത്ത് നിർത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, ഇവർ 3 പേരും കൂടെ ചേർന്നാലുള്ള കെമിസ്ട്രി ലോക രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും. അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും RIC വന്നു കഴിഞ്ഞാൽ അമേരിക്കയും പാകിസ്ഥാനും പേടിച്ചോടും, അല്ലെ ഭയന്നോടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ശരിക്കും ജപ്പാൻ, കൊറിയ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നാറ്റോടെയൊക്കെ പിന്തുണ. കാരണം ഇന്ത്യ എപ്പോഴും അവരുടെ പക്ഷത്ത് നിർത്തണം. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ തമ്മിൽ സൈനിക ഉപകരണങ്ങളുടെ പരസ്പരം വിൽപ്പന വാങ്ങൽ വലിയ നയതന്ത്ര ബന്ധമാണ്. അപ്പം ഇന്ത്യ റഷ്യയുടെ കൂടെ നിന്നാൽ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴുമോ എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഇവർ പറയുന്നത്, സെർജി ലാവ്റോവ് പറയുന്നത്, ഇന്ത്യയും റഷ്യയും ചൈനയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് വലിയ ഭിന്നതകളൊക്കെ ഉണ്ടാകാം. ആ ഭിന്നതകൾ നമുക്ക് പരിഹരിച്ച് മുന്നേറാൻ പറ്റും. മാത്രമല്ല ഈ നാറ്റോയിൽ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു നിർണായക റോള് വഹിക്കാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ പുടിനും ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ മോദിയും തമ്മിൽ വലിയ ഒരു കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ ട്രംപിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ ട്രംപ് ഇപ്പോൾ വ്യാപാര ബന്ധത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ചൈനയെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇതിനെ മറികടക്കാനായിട്ട് ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധം സഹായിക്കും. ഇപ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ ഇപ്പം ഈ ചൈനയുടെ ആർമിയുണ്ട്. അപ്പോൾ ചൈന അവിടെ ഈ ബെയ്ജിങ്ങിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു റോഡ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ അഫ്ഗാനിൽ നിന്നുള്ള തെഹരിക്ക് താലിബാൻ്റെ പോലെയുള്ള തീവ്രവാദ സംഘടന ഉണ്ടല്ലോ. അപ്പം ഈ പറയുന്ന താലിബാനിലെ ഭീകര സംഘടനകൾ ഒക്കെ അവിടെ സാന്നിധ്യം ഉറപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ചൈനയ്ക്ക് ഇടപെടാം. പക്ഷേ ചൈന ഇടപെടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വേണേൽ പ്രശ്നം ഉണ്ടായിക്കോട്ടെ. അതുപോലെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അത് ഇന്ത്യ പിടിച്ചോട്ടെ. കാരണം അവിടെ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്നുള്ളൊരു തന്ത്രം ചൈനയും പയറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിൽ പോകണമെന്ന് സെർജി ലാവ്റോവ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് സൈനിക അഭ്യാസങ്ങൾ, നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങൾ, ടെക്നോളജിയുടെ കൈമാറ്റം, സൈനിക ഉപകരണങ്ങളുടെ വിൽപ്പന വാങ്ങൽ, ഇതൊക്കെ ഈ രാജ്യങ്ങൾ തമ്മിൽ നടത്തും. അങ്ങനെയാണെങ്കിൽ പുതിയ ഒരു ത്രികക്ഷി സഖ്യം രൂപപ്പെട്ടു വരും. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന സഖ്യത്തെ ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാനാണ് റഷ്യയുടെ നീക്കം. ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകം.